കൊച്ചിയിൽ നിന്ന് നിഷ ദിലീപ് ഒപ്പം ചേരുന്നുണ്ട്. നിഷ, കൊച്ചിയിൽ ആലപ്പുഴയിലേതുപോലെ തിരുവനന്തപുരത്തേതുപോലെ നിരവധി വോട്ടർമാർ ഇപ്പോൾ എത്തുന്നുണ്ടോ? കൃഷ്ണരാജ്, കൊച്ചിയിലെ എല്ലാ പോളിംഗ് ബൂത്തുകളിലും രാവിലെ മുതൽ തന്നെ നല്ല തിരക്കാണ്. ഈ നഗരപ്രദേശങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തുന്ന ഒരു പതിവുണ്ട്. കാരണം ഈ ജോലിക്കും മറ്റുമൊക്കെ പോകേണ്ടതുകൊണ്ട് രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയാണ് ഈ നഗരങ്ങളിലൊക്കെ പതിവ്. സാധാരണ ഗ്രാമപ്രദേശങ്ങളിലാണ് ഉച്ചയ്ക്ക് ശേഷം വോട്ടർമാരുടെ ഒരു വലിയ നിര കാണുന്നത്. കൊച്ചിയിലും അതേ ആ രീതിയിൽ തന്നെ വലിയ തിരക്കാണ് എല്ലായിടത്തും അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ ഉള്ളത് കൊച്ചി കോർപ്പറേഷൻ്റെ 34-ാം ഡിവിഷൻ മാമംഗലം SNDP ഹാളിലാണ്. ഇവിടെ 3 ബൂത്തുകൾ ഉണ്ട്. ഈ 3 ബൂത്തുകളിലും വോട്ടർമാരുടെ വലിയ നിര തന്നെ കാണുന്നുണ്ട്. 7 മണിയോടുകൂടി തന്നെ വോട്ടർമാരെല്ലാം പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തി തുടങ്ങിയിട്ടുണ്ട്. ഈ മാമംഗലം SNDP ഹാളിൽ രാവിലെ ആദ്യത്തെ വോട്ടറായി ഹൈബീഡൻ MP വോട്ട് രേഖപ്പെടുത്തി മടങ്ങി. ഒപ്പം രാവിലെ ഉമാ തോമസ് MLA വോട്ട് രേഖപ്പെടുത്താൻ തമ്മനത്തെ പോളിംഗ് ബൂത്തിൽ എത്തിയിട്ടുണ്ട്. എന്തായാലും 111 തദ്ദേശ സ്ഥാപനങ്ങൾ, കൊച്ചി കോർപ്പറേഷനും ജില്ലാ പഞ്ചായത്തും അടക്കം 111 തദ്ദേശ സ്ഥാപനങ്ങളിലേക്കാണ് കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് നടക്കുന്നത്. 2220 വാർഡുകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടക്കുന്നു. ചില ഇടങ്ങളിൽ, ചില പോളിംഗ് ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് യന്ത്രത്തിന് ചെറിയ തകരാറുണ്ടായി എന്നതൊഴിച്ചാൽ മറ്റിടങ്ങളിലെല്ലാം തന്നെ വോട്ടിംഗ് സുഗമമായി പുരോഗമിക്കുകയാണ്. ആദ്യത്തെ 1 മണിക്കൂർ പിന്നിടുന്നു. എല്ലാ പോളിംഗ് ബൂത്തുകളിലും വോട്ടർമാരുടെ നീണ്ട നിര തന്നെ കാണുന്നുണ്ട്. സുഗമമായി തന്നെ കൊച്ചിയിൽ തെരഞ്ഞെടുപ്പ് മുന്നോട്ട് പോകുന്നു. ഈ പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി മരിച്ചതിനെ തുടർന്ന് അവിടുത്തെ ആ വാർഡിലെ വോട്ടെടുപ്പ് മാറ്റിവെച്ചിട്ടുണ്ട്. ഹൃദയാഘാതത്തെ തുടർന്ന് ഇന്ന് പുലർച്ചെയാണ് പിറവം പാമ്പാക്കുട ഗ്രാമപഞ്ചായത്ത് 10-ാം വാർഡിലെ UDF സ്ഥാനാർത്ഥി CS ബാബു മരിച്ചത്. അതുകൊണ്ട് വാർഡിലെ തെരഞ്ഞെടുപ്പ് മാറ്റിവെച്ചു. ബ്ലോക്കിലെയും ജില്ലാ പഞ്ചായത്തിലെയും തെരഞ്ഞെടുപ്പ് നടത്തുമെന്നും അധികൃതർ അറിയിച്ചിട്ടുണ്ട്. എന്തായാലും ഈ കൊച്ചി കോർപ്പറേഷനെ സംബന്ധിച്ചിടത്തോളം കൊച്ചി കോർപ്പറേഷനിലെ 76 വാർഡുകൾ കഴിഞ്ഞ തവണ BJPക്ക് പ്രാതിനിധ്യമുണ്ടായിരുന്ന പല സ്ഥലങ്ങളിലും ഇത്തവണയും BJP വലിയ പ്രതീക്ഷ തന്നെയാണ് വെച്ച് പുലർത്തുന്നത്. ഈ 76 ഡിവിഷനുകളിൽ 25 എണ്ണത്തിൽ സുനിശ്ചിതമായ വിജയം ഉറപ്പിച്ചു തന്നെയാണ് NDA മുന്നോട്ട് പോകുന്നത്. എന്തായാലും കൊച്ചി കോർപ്പറേഷൻ നിലവിൽ ഭരിക്കുന്നത് LDF ആണ്. ഭരണം നിലനിർത്താൻ LDFും ഒപ്പം തന്നെ ഭരണം തിരിച്ചു പിടിക്കാൻ UDFും കിണഞ്ഞു പരിശ്രമിക്കുമ്പോൾ ആ ഭരണത്തിൽ ഒരു സുപ്രധാന പങ്ക് വഹിക്കാനായി 25 ഡിവിഷനുകൾ കിട്ടുമെന്നുള്ള ഒരു ഉറപ്പിൽ തന്നെ, ഒരു വിശ്വാസത്തിൽ തന്നെയാണ് NDA ഉള്ളത്. ഒപ്പം തന്നെ ആലുവ, തൃപ്പൂണിത്തുറ, തൃക്കാക്കര നഗരസഭകളിലേക്ക് വരികയാണെങ്കിൽ ആലുവ നഗരസഭയിൽ ഇത്തവണ എല്ലാ സീറ്റിലേക്കും NDA സ്ഥാനാർത്ഥികളെ നിർത്തിയിട്ടുണ്ട്. ഒപ്പം തൃപ്പൂണിത്തുറ നഗരസഭ BJPക്ക് പ്രാതിനിധ്യമുള്ള സ്ഥലമാണ്. ഇത്തവണ തൃപ്പൂണിത്തുറ നഗരസഭയിൽ ഭരണം പിടിക്കാനുള്ള ഒരു പ്രചരണം തന്നെയായിരുന്നു NDAയുടെ ഭാഗത്തുനിന്നുണ്ടായത്. പ്രമുഖരെ മുൻനിർത്തിയായിരുന്നു 3 മുന്നണികളും ഈ 3 ആഴ്ചക്കാലം നീണ്ടുനിന്ന പ്രചരണമൊക്കെ നടത്തിയത്. എന്തായാലും ത്രികോണ മത്സരമാണ് ഭൂരിഭാഗം ഇടങ്ങളിലും നടക്കുന്നത്. വലിയ ആത്മവിശ്വാസത്തിൽ തന്നെയാണ് ഇത്തവണ NDA കൊച്ചി കോർപ്പറേഷനും ഒപ്പം തന്നെ തൃപ്പൂണിത്തുറ, ആലുവ നഗരസഭകളെയും നോക്കിക്കാണുന്നത്. എന്തായാലും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ആദ്യ മണിക്കൂറുകൾ പിന്നിടുമ്പോൾ എല്ലായിടത്തും തന്നെ പോളിംഗ് സുഗമമായി നടക്കുന്നു. നമ്മളിപ്പോൾ ദൃശ്യങ്ങൾ കാണുന്നത് കൊച്ചി കോർപ്പറേഷനിൽ UDFിൻ്റെ മേയർ സ്ഥാനാർത്ഥിയായി ഉയർത്തിക്കാട്ടുന്ന ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്യാൻ എത്തുന്ന എന്നാണ്. ദീപ്തി മേരി വർഗീസ് വോട്ട് ചെയ്യാനെത്തി അല്പസമയം മുമ്പാണ് ഈ ഹൈബീഡൻ MP ഇവിടെ നിന്നും വോട്ട് ചെയ്ത് മടങ്ങിയത്. ഒപ്പം തന്നെ പ്രമുഖരായ പല ആളുകളും കൊച്ചിയിൽ വോട്ട് ചെയ്ത് മടങ്ങിയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് ശേഷം ആയിരിക്കും നടൻ ദിലീപും മമ്മൂട്ടിയും അടക്കമുള്ള ആളുകൾ കൊച്ചിയിലാണ് ഇവർക്ക് വോട്ടുള്ളത്. ഇവർ 2 പേരും വോട്ട് രേഖപ്പെടുത്താനെത്തുക. എന്തായാലും പോളിംഗിൻ്റെ ആദ്യ 1 മണിക്കൂർ പിന്നിടുമ്പോൾ കൊച്ചിയിലെ പോളിംഗ് ബൂത്തുകളെല്ലാം തന്നെ വലിയ തിരക്കാണ് അനുഭവപ്പെടുന്നത്. എല്ലായിടത്തും പോളിംഗ് മികച്ച രീതിയിൽ തന്നെ പുരോഗമിക്കുകയാണ്. കൃഷ്ണരാജ്.